മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലിറക്കിയ അപ്പോളോ 11 വിക്ഷേപണം അമേരിക്ക നടത്തുന്നത് 1969 അമേരിക്കയിലെ ലക്ഷക്കണക്കിന് കുട്ടികൾക്കും യുവാക്കൾക്കും അതൊരു വല്ലാത്ത പ്രചോദനമാണ് പകർന്നു നൽകിയത്. അമ്പിളി അമ്മാവനെ കയ്യെത്തിപ്പിടിക്കാൻ മനുഷ്യന് സാധിക്കുമെന്ന ചിന്ത കുറച്ചൊന്നുമല്ല അവരുടെ സ്വപ്നങ്ങളെ ഉത്തേജിപ്പിച്ചത്. സ്വപ്നങ്ങളെ റോക്കറ്റിലേറ്റി വിട്ടവരുടെ കൂട്ടത്തിൽ ഒരു 5 വയസ്സുകാരനുമുണ്ടായിരുന്നു. രണ്ടാനച്ഛനും അമ്മയ്ക്കുമൊപ്പം മെക്സിക്കോയിൽ നിന്ന് ഹൂസ്റ്റണിലെ ടെക്സാസിലേക്ക് കുടിയേറിയ ജെഫ് ബെസോസ്. ആകാശത്തിന്റെ സീമകൾക്കപ്പുറം സ്വപ്നം കണ്ടു വളർന്ന ജെഫ് ബെസോസ് ഇന്ന് ലോകത്തിലെ ഏറ്റവും പണക്കാരനായ വ്യക്തിയാണ്. $136 ബില്യൺ വരുമാനമുള്ള ആമസോൺ എന്ന ബഹുരാഷ്ട്ര കമ്പനിയുടെ സ്ഥാപകൻ. ബ്ലൂംബർഗ് ഡെയിലിയുടെ ബില്യണയർ സൂചിക അനുസരിച്ച് $105.1 ബില്യൺ ജെഫ് ബെസോസിന്റെ ആസ്തി. മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സിനെ മറികടന്നാണ് ജെഫ് ബില്യണയർ പട്ടികയിൽ ഒന്നാമതെത്തിയത്. ആമസോണിന്റെ ഓഹരികളുടെ 18% ജെഫിന്റെ കൈകളിലാണ്. 1964 ജനുവരി 12 ജാക്കലീന്റെയും ടെഡ് ജോർഗൻസിന്റെയും മകനായി ജനനം. ജെഫ് പിറന്നു വീഴുമ്പോൾ അമ്മയ്ക്ക് പ്രായം 17 വയസ്സ് മാത്രം. ജെഫിന് 2 വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മയും ബന്ധം വേർപെടുത്തി. ക്യൂബയിൽ നിന്ന് അമേരിക്കയിലെത്തി സ്ഥിരതാമസമാക്കിയ മിഗുവേൽ ബെസോസിനെ അമ്മ വിവാഹം കഴിക്കുന്നതോടെയാണ് ജെഫ് അമേരിക്കയിലെത്തുന്നത്. ഇന്റർനെറ്റിന്റെ അപാര സാധ്യതകളെക്കുറിച്ച് ലോകം തിരിച്ചറിയും മുൻപ് 1994 ജെഫ് ആമസോണിന് രൂപം നൽകുന്നത്. അന്ന് ജെഫിന് പ്രായം 30. പ്രിൻസ്റ്റൺ സർവകലാശാലയിലെ ബിരുദ പഠനത്തിനും ചില കമ്പനികളിലെ തൊഴിൽ പരിചയത്തിനും ശേഷമാണ് സ്വന്തമായി സംരംഭം ആരംഭിക്കുന്നത്. പുസ്തകങ്ങൾ ഓൺലൈനായി വിൽപ്പന നടത്തിക്കൊണ്ടാണ് ആമസോണിന്റെ തുടക്കം. സിയാറ്റിലെ ഒരു ചെറിയ ഗാരേജ് ആയിരുന്നു ആദ്യ ഓഫീസ്. മജീഷ്യന്മാർ സാധാരണ ഉപയോഗിക്കാറുള്ള ആബ്രാ കഡാബ്ര എന്ന പദത്തെ അനുകരിച്ച് കഡാബ്ര.com എന്നായിരുന്നു ആദ്യ പേര്. പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ആമസോണിന്റെ പേര് സ്വീകരിച്ചു. പുസ്തകത്തിൽ തുടങ്ങി പിന്നീട് വിവിധ മേഖലകളിലേക്കും ഉൽപ്പന്നങ്ങളുമായി വൈവിധ്യവൽക്കരിച്ച ആമസോൺ 1996 ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. മത്സര രംഗത്തുള്ള ചെറിയ കമ്പനികളെ ഏറ്റെടുത്തും പുതിയ സാങ്കേതിക വിദ്യയിലും നവീന സംരംഭങ്ങളിലും നിക്ഷേപിച്ചും കമ്പനി പതിയെ വേരുപടർത്തി. ഓൺലൈൻ റീറ്റെയിൽ വിൽപ്പന രംഗത്ത് പുതിയൊരു വിജയഗാഥ ആമസോൺ വരും വർഷങ്ങളിൽ എഴുതി ചേർത്തു. 1999 ടൈം മാസിക ജെഫിനെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തു. കൂടുതൽ ആളുകൾ ഇന്റർനെറ്റ് ഉപയോഗിക്കാനും അതിലൂടെയുള്ള ഷോപ്പിങ്ങിനെ കുറിച്ച് ചിന്തിക്കാനും തുടങ്ങിയതോടെ ജെഫിന്റെ ബിസിനസ് വളർന്നു. അമേരിക്കയിൽ തുടങ്ങി പിന്നെ ഇന്ത്യ അടക്കം ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും ആമസോൺ ചിറകു വിരിച്ചു. പലതരം വ്യവസായങ്ങളിലും സംരംഭങ്ങളിലും പരീക്ഷണം നടത്താനും ഈ കാലയളവിൽ ജെഫ് ശ്രമിച്ചു. ജ്വല്ലറി രംഗത്തേക്ക് ആമസോൺ കടന്നു വന്നെങ്കിലും അതത്രയ്ക്ക് വിജയകരമായില്ല. പക്ഷേ ഒരു വാർഷിക ഫീസ് നൽകി ഫ്രീ ഷിപ്പിംഗ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്ന ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് പോലുള്ള സംരംഭങ്ങൾ വൻ വിജയമായി. 2007 ഇലക്ട്രോണിക് പുസ്തക വായനയ്ക്കായി കിൻഡിൽ പുറത്തിറക്കി. ആമസോണിന്റെ വളർച്ച ജെഫിനെ ശതകോടീശ്വരനാക്കിയതോടെ എയർബിഎൻബി, ഊബർ, ട്വിറ്റർ പോലുള്ള നിരവധി കമ്പനികളിലും ജെഫ് നിക്ഷേപം നടത്തി. 2013 പ്രമുഖ പത്രം വാഷിംഗ്ടൺ പോസ്റ്റ് ജെഫ് ബെസോസ് വിലയ്ക്ക് വാങ്ങി. ടെക്സാസിലെ സിയാറ ഡിയാബ്ലോ മലനിരകളിൽ നിർമ്മിക്കുന്ന 10,000 വർഷം അടിച്ചുകൊണ്ടിരിക്കുന്ന ക്ലോക്കിന്റെ നിർമ്മാണ പദ്ധതിയിൽ ജെഫ് നിക്ഷേപം നടത്തിയത് പലരിലും കൗതുകമുണർത്തി. അപ്പോളോ 11 ചന്ദ്രനിലെത്തിച്ച പേടകത്തിന്റെ എഞ്ചിനുകൾ കടലിന്റെ അടിത്തട്ടിൽ നിന്ന് വീണ്ടെടുക്കുന്ന F1 എഞ്ചിൻ റിട്രീവൽ പദ്ധതിയാണ് ജെഫിന്റെ മറ്റൊരു കൗതുക നിക്ഷേപം. 2015 ബഹിരാകാശത്തേക്കു പരീക്ഷണ പറക്കലുകൾ ആരംഭിച്ച ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ സ്ഥാപകനും ജെഫ് ബെസോസ് ആണ്. ബഹിരാകാശത്ത് ഹോട്ടലുകളും അമ്യൂസ്മെന്റ് പാർക്കും കോളനികളും ചെറു നഗരങ്ങളും സ്ഥാപിക്കുകയെന്ന
ജെഫിന്റെ സ്വപ്നത്തിന് അന്തിമ രൂപം നൽകുകയാണ് ബ്ലൂ ഒറിജിൻ കമ്പനി. 6 വർഷത്തോളം രഹസ്യമായി കൊണ്ടുനടന്ന കമ്പനി 2006 ജനശ്രദ്ധ ആകർഷിച്ചത്. ചന്ദ്രനിലെ മനുഷ്യന്റെ ആദ്യ ചുവടുവെപ്പ് തന്നിൽ ഇളക്കിവിട്ട ആവേശം ഒരു തരി പോലും ചോരാതെ ബഹിരാകാശത്തെ വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് കച്ചകെട്ടുകയാണ് ജെഫ് ബെസോസ് എന്ന 54-കാരൻ ഇപ്പോൾ.